നിലവിലുള്ള ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾ. പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു സംരംഭകനായിക്കൂടാ? ഒരു സംരംഭകനാകാനുള്ള എല്ലാ രീതിയിലുള്ള ഗൈഡ് ലൈൻസുമാണ് നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു ഒരു പ്രോഡക്റ്റ് എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അത് മറ്റുള്ള ആൾക്കാർക്ക് ഒരു എത്രത്തോളം ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് നമ്മൾക്ക് സർവേ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ പ്രോഡക്റ്റിനെ കോമ്പറ്റേറ്റ് ചെയ്യുന്ന മറ്റുള്ള പ്രോഡക്റ്റുകൾ എത്രത്തോളം വിറ്റ് പോകുന്നുള്ളതിന് നമുക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഡക്റ്റ് ഒരു യൂണീക്കായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കണം. ഈ പ്രോഡക്റ്റുകൾ നമ്മളുടെ നാട്ടിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും? എവിടെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണോ ഉള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ട്. ഈ വിൽക്കുന്ന പ്രൊഡക്റ്റുകളൊന്നും തന്നെ അതാത് കമ്പനികൾ മേക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റുകളല്ല. അവരെല്ലാം ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നോ തുച്ഛമായിട്ടുള്ള എമൗണ്ടിന് ഇവിടെ കൊണ്ടുവരികയും അത് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് അത് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇതിന് എത്രത്തോളം വിലയുണ്ട്, അല്ലെങ്കിൽ എത്ര ചെറിയ പൈസയ്ക്ക് നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ പ്രൊഡക്റ്റുകൾ എത്രത്തോളം പ്രൊഡക്റ്റുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പ്രൊഡക്റ്റുകൾ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യും. താങ്ക് യു.